നമസ്കാരം. കൊയിലാണ്ടിയിൽ നിർമ്മാണത്തിലിരുന്ന തോരായിക്കടവ് പാലത്തിന്റെ ഒരു ഭാഗം തകർന്നു വീണു. പുഴയുടെ മധ്യഭാഗത്താണ് അപകടം സംഭവിച്ചത്. കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ നിർമ്മാണത്തിനിടയിലാണ് ബീം ചരിഞ്ഞു വീണത്. സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഏകദേശം 24 കോടി രൂപ ചെലവഴിച്ചാണ് തോരായിക്കടവ് പാലം നിർമ്മിക്കുന്നത്. PMR ഗ്രൂപ്പാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കേരള റോഡ് ഫണ്ട് യൂണിറ്റിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്നത്. നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. സംഭവത്തെ തുടർന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പ്രോജക്ട് ഡയറക്ടറോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. 2023 ജൂലൈയിൽ പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് തന്നെയാണ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 265 മീറ്റർ നീളവും 11 മീറ്റർ വീതിയോടുകൂടിയാണ് പാലം നിർമ്മിക്കുന്നത്. ദേശീയ ജലപാതയ്ക്ക് കുറുകെയായതിനാൽ പാലത്തിന്റെ നടുവിലായി ജലയാനങ്ങൾക്ക് പോകാൻ 55 മീറ്റർ നീളത്തിലും ജലവിധാനത്തിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലുമായി ബോസ്ട്രിംഗ് ആർച്ച് രൂപത്തിലാണ് രൂപകൽപ്പന. അത്തോളി പൂക്കാട് നിവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യം കൂടിയായിരുന്നു ഈ പാലം. ഇത് വരുന്നതോടെ അത്തോളി, ബാലുശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് നേരിട്ട് പൂക്കാടെത്താം.